ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായി എങ്കിലും പിന്നീട് വലിയ ബോട്ടുകൾ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ മത്സ്യബന്ധന മേഖലയിൽ ഭീതി പടർത്തിയിരുന്നു. നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും മത്സ്യബന്ധനം തുടരുകയാണ്. കൊല്ലം നീണ്ടകര ഹാർബറിൽ വലിയ തിരക്ക് ഉണ്ട്. വിവരങ്ങളുമായി നീണ്ടകരയിൽ നിന്ന് മനോജ് ചേരുകയാണ്. മനോജ്, എന്തായാലും പിന്നിൽ ഒരുപാട് പേർ ഉണ്ട്. എനിക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴേ വലിയ ആശ്വാസമാണ് ശരിക്കും തോന്നുന്നത്. അതെ, പിന്നെ കേന്ദ്രങ്ങളായി മാറുകയാണ് നീണ്ടകര, ഇപ്പോൾ വിഴിഞ്ഞം, അങ്ങനെ എല്ലായിടത്തും ആൾക്കാർ വരുന്നു. അവർ പഴയ പടി ജീവിതത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും നീണ്ടകര ഹാർബറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് ഒരുപാട് വലിയ ബോട്ടുകൾ മത്സ്യബന്ധനം കഴിഞ്ഞ് എത്തുന്നുണ്ട്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ആദ്യ ദിനമൊക്കെ നമുക്കറിയാം വലിയ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോട്ടുകൾക്കൊക്കെ പോകുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിനുശേഷം മത്സ്യബന്ധനത്തിന് പോയി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കിളിമീനാണ്. ഇതാണ് ആദ്യഘട്ടത്തിൽ കരിക്കാടി പോലുള്ള മീനുകളാണ് ആദ്യം എത്തുന്നത്. എന്നാൽ കിളിമീനാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരിക്കാടിയൊക്കെ ഇനി വരികയുള്ളൂ എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വിഷമം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും അല്ല, ഇത്തവണ മീൻ കുറവാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഓരോരുത്തരും പറയുന്നത്. ചേട്ടാ, മീൻ ഇത്തവണ കുറവ് തന്നെയാണ്? തന്നെ കുറവല്ലേ. ഏതൊക്കെ ആദ്യം കിട്ടും? ആദ്യം ഈ മീൻ തന്നെ കിട്ടുള്ളൂ. ആദ്യം കരിക്കാടില്ല, കിളി. അപ്പോൾ കിളിമീനാണ് ഇവിടെ കിട്ടുന്നത്. ആ ഒരു വിഷമം കൂടെ അവർ പറഞ്ഞിരുന്നു. കാരണം മീൻ ഇത്തവണ കുറവാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം. അതേസമയം തന്നെ ഇത് വലിയ മത്സ്യബന്ധന ബോട്ടുകളാണ്. ഇതിനപ്പുറത്തായി നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ വള്ളങ്ങൾ കൂടെ കാണാം. ആ വള്ളങ്ങളൊക്കെ പോയി വരുന്നതിൽ വലിയ അപകട ഭീതിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു, അങ്ങനെ അപകടങ്ങൾ ഒരുപാടുണ്ടായി. അപ്പോൾ ഏറെ നിയന്ത്രണങ്ങൾ വന്നു. അതൊക്കെ മത്സ്യബന്ധന മേഖലയെ ബാധിച്ചിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ ആശ്വാസകരമെന്ന് പറയുന്നത് ഇത്രയും മീനെങ്കിലും ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിനാൽ ട്രോളിംഗ് നിരോധന കാലത്ത് ഇവരൊക്കെ തന്നെ ജോലിയില്ലാതെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നവരാണ്. ഇതിപ്പോൾ ഈ കിളിമീൻ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൊഞ്ചടക്കമുള്ള മീനുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. ഈ നീണ്ടകര ഹാർബറിലാണ് ആദ്യം ഈ ബോട്ടുകളിൽ മീൻ കൊണ്ട് ഇറക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഇവിടെ നിന്ന് ഓരോ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുരിതം അനുഭവിച്ച ഒരു സമയം കൂടെയാണ്. അവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ട്രോളിംഗ് ദിനമെന്ന് പറയുന്നത് ഈ 52 ദിനവും മറ്റ് ഒരു ജോലിക്കും പോകാനാകാതെ ഈ വലിയ മത്സ്യബന്ധന യാനങ്ങളിൽ പോകുന്നവരൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന സമയമാണ്. നമ്മൾ ആ സമയത്തൊക്കെ അവരോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഇപ്പോൾ അവർക്ക് കടലിൽ പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വലിയ ചാകര എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറു വള്ളങ്ങളാണ്, അതായത് ഈ ചെറിയ ബോട്ടുകളാണ്. ഈ ചെറിയ ബോട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നത്തോലി പോലുള്ള മീനുകളാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കടലിൽ വലിയ രീതിയിലുള്ള തിരയടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ട് ഉളവാക്കിയിരുന്നു. എന്തായാലും മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതല്ലാതെ മറ്റൊരു ജീവിതമാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇതിനെ അതിജീവിച്ച് കടലിലേക്ക് പോകുന്നവരാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണ മീൻ? എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് മോശമായിരുന്നു. ഞങ്ങൾക്ക് വേണേ മോശം, കുറേശ്ശേ ഉള്ളു മീൻ. ഈ വള്ളങ്ങളൊക്കെ പോകുമ്പോൾ വലിയ രീതിക്കൊന്നും കിട്ടുന്നില്ല? കിട്ടും, ചില സീസണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോരുത്തരും. എന്തായാലും ഇപ്പോൾ ഈ ചെറുവള്ളങ്ങളിലൊക്കെ പോയി വരുന്നവർ ഇങ്ങനെ ഈ കരയിലേക്ക് വരികയാണ്. വലിയ ബോട്ടുകൾ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങി. ഇനിയും ഒരുപാട് ബോട്ടുകൾ കടലിന് ഉള്ളിലുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി പോയിരിക്കുന്നവരാണ്. ഈ മത്സ്യബന്ധന മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ വറുതിയിലായിരുന്ന കാലം, ആ കാലത്തിൽ നിന്ന് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വറുതിയുടെ കാലമാണ് അവിടെ നിന്ന് കടന്നുപോയത്. പക്ഷെ പിന്നീട് ഈ മഴയൊക്കെ ആയപ്പോൾ ഉൾക്കടലിൽ നല്ല കാറ്റായിരുന്നു. മീൻപിടുത്തത്തിന് വിലക്കുണ്ടായിരുന്നു പലയിടത്തും. പക്ഷേ ആ വറുതിയുടെ അറുതിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് മീൻ കിട്ടട്ടെ, അല്ലേ? ആ നല്ല മീനുകൾ എല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിയട്ടെ. അവരുടെ പഴയ ജീവിതം തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയട്ടെ, അല്ലേ?